ഈ പ്രാവശ്യത്തെ ഞാൻ നാട്ടിൽ പോയതിൻ്റെ ഓരോരോ വീഡിയോ പാട്ടുകളായിട്ട് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നേ. ഞങ്ങൾ നാട്ടിൽ പോയിട്ട് ഈ പ്രാവശ്യം പോയൊരു ഇതായിരുന്നു, കാസർഗോഡിന് പോയായിരുന്നു. എൻ്റെ ചേച്ചീനെ കെട്ടിച്ചേണ കാസർഗോഡാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ ആദ്യം ചെന്നത്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചേച്ചി വന്നു. രണ്ടാമത്തെ ചേച്ചി വന്ന് മൂത്ത ചേച്ചി വരുന്നതിന് മുന്നേ അവർ കാസർഗോഡിന് പോയി. കാരണം ഞങ്ങളെല്ലാം അങ്ങനെ കറക്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചത് ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ. അപ്പോൾ മൂത്ത ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കാസർഗോഡിന് പോയതിൻ്റെ ട്രിപ്പാട്ടോ ഇത്. ഈ പ്രാവശ്യം ഞങ്ങളെല്ലാവരും കൂടെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കാണുന്ന എല്ലാവരും കൂടെ. അല്ലെങ്കിൽ രണ്ട് ഫാമിലി വരുമ്പോഴും ചിലപ്പോൾ ഈ ചേച്ചി വരാൻ പറ്റില്ല, ചേട്ടൻ വരാൻ പറ്റില്ല, അങ്ങനെ എല്ലാം പ്രശ്നങ്ങളുണ്ടായി കാണാൻ പറ്റാതിരുന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ടു. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നതാട്ടോ ഞങ്ങളുടെ ഏറ്റവും അതായത് സന്തോഷകരമായ നിമിഷം. ഞങ്ങൾ എല്ലാ വർഷവും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. പുറം രാജ്യത്ത് താമസിക്കുന്നവരൊരു ഹോളിഡേക്ക് നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഫിനാൻഷ്യലി ടൈറ്റായിട്ടേ തിരിച്ച് വരത്തുള്ളൂ. പക്ഷേ ഞങ്ങളെപ്പോഴും പറയും, വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യമേ അക്കൗണ്ടിൽ അടുത്ത് പോകാനുള്ള ടിക്കറ്റിൻ്റെ കാശുണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എല്ലാ വർഷവും നാട്ടിലേക്ക് തന്നെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആൻസർ ഇങ്ങനെയാണ്: നമ്മുടെ പേരൻസ് ഉള്ളപ്പോഴാണ് നമ്മളെല്ലാ സഹോദരങ്ങളും കൂടെ ഇങ്ങനെ വന്ന് ആഘോഷിക്കാനും കണ്ടുമുട്ടാനും ഒക്കെ പറ്റത്തുള്ളൂ. നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്ന സമയത്താണല്ലോ നമ്മുടെ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതെല്ലാം മിസ് ചെയ്ത് പോയതിന് ശേഷം അയ്യോ എനിക്കന്ന് പറ്റിയില്ല എന്നോർത്ത് റിഗ്രറ്റ് ചെയ്തെന്ന് ഒത്തിരി വിശ്വസിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാളാട്ടോ ഞാൻ. അപ്പോൾ ഞങ്ങൾ കാസർഗോഡ് ചെന്നു, അടിപൊളി ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് എവിടെയെങ്കിലും പോകാമെന്ന് പിള്ളേർ പറഞ്ഞതിൻ്റെ പേരിൽ പോകുന്നതാണ്. റാണിപുരം ഭയങ്കര രസമാണെന്ന് പറഞ്ഞ് ചേട്ടൻ കൊണ്ടുപോയതാണ്. ആകെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് പോകാനും പറ്റിയില്ല, കാരണം വെതർ വളരെ ബാഡായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി ഇരുന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന് പറയുന്ന ചേട്ടനെ വധിച്ച് നശിപ്പിച്ച് കളഞ്ഞ് അതുപോലെ ഞങ്ങൾ കളിയാക്കി. പക്ഷേ നമ്മളൊക്കെ സ്കൂളിൽ ട്രിപ്പ് പോയപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടൊക്കെ പാടി കമൻ്റൊക്കെ പറഞ്ഞ് രസിച്ചത് നമ്മുടെ പിള്ളേരൊന്നും എൻജോയ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ എല്ലാ മക്കളും പുറത്തായതുകൊണ്ട് പിള്ളേർക്ക് ആർക്കും അങ്ങനത്തെ ഒരു മൊമെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ലാത്തത്. ഇങ്ങനെയുള്ള ട്രിപ്പുകളിലൂടെ അവർ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവർ ആ ഒരു വേറൊരു ടൈപ്പിലുള്ള ലൈഫും കൂടെ കാണുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ പണ്ടത്തെ ലൈഫിൻ്റെ ഒരു അംശമെങ്കിലും ഇവർ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ എന്നോർത്ത്. അങ്ങനെ അടുത്ത ട്രിപ്പിനുള്ള വെയിറ്റ് ചെയ്തുമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുകയാണ്. ബൈ.